പഞ്ചസാരികളും മരനീരും റെഡി. കുട്ടിരാമ പൊളപ്പനാള് തന്നെടാ. ഓ അല്ല ഹരി, എനക്കിത് വയറിന് പിടിക്കുവോ? ശീലമില്ലാത്തല്ലേ, കുറച്ചൊരു പൂതിക്ക് കഴിച്ചാ മതിട്ടാ. പാലിശ്ശേരികൾ പുകഞ്ഞു. അത് ചോദിക്കാനുണ്ടോ? പുക പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പാലിശ്ശേരി കാണും. ശ്രീധരേട്ടൻ കഴിക്കണില്ല? എനിക്ക് വേണ്ട മോനെ, പാലക്കാട് പോണം. വിഷുവിന് വിക്രമിന്റെ തമിഴ് പടം പറഞ്ഞു വെച്ചിട്ടുണ്ട് ജിൽ. ഇതും കഴിച്ചിട്ട് പോയ സംഗതി നടക്കില്ല. എന്നെ ഇന്നൊഴിവാ. എന്തോ നന്ന നല്ലൊരു വിഷുവായിട്ട് വിക്രമന്റെ തമിഴ് പടങ്ങൾ വെക്കണത്. വല്ല പുണ്യ പുരാണ പടങ്ങളും വെക്കാത്ത എന്തൊരപ്പി. നിനക്ക് എവിടെ നിന്ന് കിട്ടി തെക്കൻ തിരുവനന്തപുരം സ്ലാങ്? അത് ഞാൻ പറഞ്ഞില്ലല്ലേ. പാരീസ് ടു ഡൽഹി ഫ്ലൈറ്റിൽ ഒരു കോള് കിട്ടി. തിരുവനന്തപുരം മണ്ണന്തലക്കാരി ഒരു അക്കൻ എന്ന് വെച്ചാൽ ഒരു നെയ്ച്ചേച്ചി. രാത്രി ഉറങ്ങാതെ ഞാൻ അക്കനെ നമ്മുടെ വള്ളുവനാടൻ മലയാളം പഠിപ്പിച്ചു. അക്കൻ നല്ല പൊളപ്പൻ തിരുവനന്തപുരം ഭാഷ എന്നെ പഠിപ്പിച്ചു. ശ്രീധരേട്ടാ ഇവിടെ ശ്രദ്ധിക്ക്. പാവം അക്ക ഇപ്പൊ പുളിമൂട് ജംഗ്ഷനിലിരുന്ന് ഞാൻ പറഞ്ഞില്ലട്ടോ നിക്ക് വയ്യാന്നേ, ഈ കുട്ടിയുടെ ഒരു കൂട്ടം കാര്യങ്ങളെ എന്നൊക്കെ പറഞ്ഞ് വിഷയം നടക്കുന്നുണ്ടാവും. അപ്പൊ പ്രശ്നം വിഷുവിനെ പ്രതിഭയെ കളിക്കേണ്ട പടം. ഹരിയെ നിനക്ക് ഓർമ്മയുണ്ടാ? നീയും ഈ സഹദേവനും കൂടി ടിക്കറ്റ് എടുക്കാണ്ട് ടാക്കീസിന്റെ മറവൊക്കെ അകത്ത് കയറിയപ്പോ ശ്രീധരേട്ടൻ പിടിച്ചത്? കറക്റ്റ്. പൊന്നാവരം കൊട്ട കരടി ബലാത്സംഗം ചെയ്യണ പടം. 10ാമത്തെ പ്രാവശ്യം ടിക്കറ്റ് എടുക്കാൻ കയ്യിൽ കാശില്ലാതെ അകത്ത് കയറി വിജയശ്രീയുടെ കൂടെ കണ്ടപ്പോ കറക്റ്റ് എന്നെ പിടിച്ച് കിഴക്കുന്ന മൂത്രപ്പരയുടെ സൈഡിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞില്ലേ? കറക്റ്റ്. എന്നാലും എന്റെ ശ്രീധരേട്ടാ. എടാ കുഞ്ഞുട്ടിയെ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഓരോന്ന് ഓർമ്മിപ്പിക്കാൻ കണ്ട നേരം ഇനി അതുപോ തൂങ്ങിക്കോളൂ. ഹലോ, എക്സ്ക്യൂസ് മീ ചെയ്ത് വിഷുവിന് പൊന്നാവരം കൊട്ട മതി. ഞാനും സഹദേവനും ടിക്കറ്റ് ഇല്ലാതെ കാണാൻ വരികയും ചെയ്യും. എന്തിനു ചെയ്യുമെന്ന് അറിയണല്ല. പൊന്നാവരം കോട്ടയോ? പ്രിന്റ് എവിടെ നിന്ന് കിട്ടാൻ? നീ കിട്ടിയാ തന്നെ ആര് കാണാൻ വരാൻ? ആരും വരണ്ടെന്നേ. ഷോയുടെ കാശ് ഞാൻ തരും, നിങ്ങൾ പടം കൊണ്ടുപോവാ. എല്ലാ ദിവസവും പൊന്നാവരം കോട്ട. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയൂണ്, വൈകുന്നേരത്തെ കാപ്പി, ഡിന്നർ എല്ലാം തിയേറ്ററിനകത്താക്കാം. നേരം വെളുത്ത് രാത്രിയായി പിറ്റേന്ന് നേരം വെളുക്കുന്നത് വരെ പൊന്നാവരം കോട്ട. ഹൗസ് ഫുൾ ഷോയുടെ കാശേ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാം. അതെ, പ്രിന്റ് തപ്പിയെടുക്കാം. തപ്പാൻ. അപ്പൊ പാലക്കാട് പോണ്ടല്ലോ. അടിക്കണ്ണ നിന്റെ കാര്യം ബെസ്റ്റ് കണ്ണ ബെസ്റ്റ്. ഹരിയെ, താൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ ചാർട്ട് ചെയ്യാലോ. കറക്റ്റ് ജോസേട്ടാ, യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ്. ഒരുപാടുണ്ട് ഒരു ചെറിയ കാലം കൊണ്ട് ചെയ്ത് പൂർത്തിയാക്കാൻ. ഒരു ചെറിയ കാലം എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം എന്നാണ്. വർത്തമാനം എന്ന വാക്കിനർത്ഥം മാനം ചെയ്യത്തക്കവണ്ണം വർത്തിക്കുന്നത് എന്നാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയുന്നത്. വർത്തമാനകാലം ഒരു ബിന്ദുവാണ്. ഓർമ്മയിൽ മാത്രം നിലനിൽക്കുന്ന ഭൂതത്തിനും സങ്കല്പം അല്ലെങ്കിൽ ആഗ്രഹം മാത്രമായ ഭാവിക്കും ഇടയിൽ ഇതൊന്നു മാത്രം സത്യം. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഈ കാലത്തിൻ്റെതാണ്. ഈ കുടം ഇന്നലെയും നാളെയും പൊട്ടിക്കാനാവില്ല. അത് ഇന്ന് ദാ ഈ നിമിഷം പൊട്ടുന്നു. ഇപ്പൊ കുടമെന്ന അവസ്ഥ ഭൂതകാലത്തിൻ്റെതായി. ഭാവിയിലും ആ കുടമില്ല. നീനായതും ഭവതി മാനായതും ജനനി നീനാഗവും നഗഗഖം താനായതും ധരനദീനാരിയും നരനുമാ നാഗവും നരകവും നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ഞാനായതും ഭവതി ഹേ നാദരൂപിണീ അഖോ നാടകം നിഖിലവും. ഏതാ ജോ? ജോസേട്ടനാണെങ്കിൽ അടുത്ത ഭാഗത്തുണ്ട്, ജോക്കറാണെങ്കിൽ വലത് ഭാഗത്തുണ്ട്. ചീട്ടിലെ ജോക്കറാണെങ്കിൽ കിങ്. ഇതൊന്നും കാണുന്നില്ലേ? ശ്രദ്ധിച്ചില്ല. അത് ശരി. ബെസ്റ്റ് കണ്ണ ബെസ്റ്റ്. രാമനുണ്ണിയാണല്ലോ. വാ രാമനുണ്ണി വാ. അങ്ങനെ നീ തിരിച്ചിങ്ങ് വന്നു. കളി മുടക്കണ്ട, നടക്കട്ടെ. നീ വന്ന പിന്നെന്ത് കളി? ഇരിക്കേ. കളി കാര്യമാക്കാൻ ആരെങ്കിലും വരുമോന്ന് കാത്തിരിക്കായിരുന്നു ഞങ്ങള്. വലിയ ആളുകളെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണണമല്ലോ. അതാണ് നിന്റെ രീതി. ഞാൻ പക്ഷെ വലിയ ആളുകളെ എന്റെ അടുത്തേക്ക് വരുത്താറാ പതിവ്. ഞാനൊരു വണ്ടി ഇങ്ങോട്ട് അയച്ചിട്ട് നീ അതിൽ കയറി വന്നില്ല. ഞാൻ അവിടെ ഫുൾ സെറ്റപ്പ് റെഡിയാക്കിയിരുന്നു നിന്നെ ഒന്ന് സൽക്കരിക്കാൻ. സമയമുണ്ട് രാമനുണ്ണി. നിന്നെ കാണാനും ഞാൻ സമയം മാറ്റി വെച്ചിട്ടുണ്ട്. നീ ഈ വരവില് ഈ വീടും പറമ്പും വിൽക്കാന്നൊരു ന്യൂസ് ഉണ്ട് നാട്ടില്. ഇനി ഇങ്ങോട്ടില്ലാന്ന്. ശരിയാ?
ചെട്ടിയാര് എന്റെ ഫ്രണ്ടാ. ഇയാൾക്ക് താല്പര്യമുണ്ട്. ഞാൻ ഈ വീടും പറമ്പും ആർക്കെങ്കിലും കൊടുക്കും. വില മേടിച്ചിട്ടല്ല, ദാനം, ഇഷ്ടദാനം കൊടുക്കും. അതിന് സമയമുണ്ട്. ചെട്ടിയാരെ ഒന്ന് വെയിറ്റ് ചെയ്തൂടെ? വേറെ എന്തൊക്കെയുണ്ട് ന്യൂസ് നാട്ടില്? വേറെ എന്താടോ, ഞങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നു അല്ലേ ശ്രീധരേട്ടാ? ഞങ്ങളൊക്കെ നല്ല സുഖത്തിലാ കഴിയണേ. തന്റെ കാര്യം ബുദ്ധിമുട്ടിലാണോന്നറിയില്ല. ആ, പഴയ കേസിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? പഴയ കേസിൽ 1 വർഷം ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ചില്ലേ? എന്താ പുതുതായിട്ടറിയാൻ? അതല്ലടോ നിന്റെ ലൈൻ ഇന്ദു. മറ്റൊരാളിന്റെ ഭാര്യയുടെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കുന്നത് അതത്ര നല്ലതല്ലല്ലോ രാമനുണ്ണി. ആകെ കടത്തിൽ മുങ്ങിയിരിക്കുക. കിടപ്പാടം വരെ പോണമട്ടാ കാണണേ. അവള് പിന്നെ തൃശൂർ സൈഡിൽ ഏതോ ഒരു കുറ്റി പിടിച്ചിട്ടുണ്ടെന്നാ പറയണേ. ചെലവും കാര്യങ്ങളും അങ്ങനെയാ നടന്നു പോണെന്നും പറയുന്നു. രാമനുണ്ണി, ഞങ്ങളെ ചീട്ട് കളി തുടരട്ടെ. തനിക്ക് അത്ര സുഖമായിട്ടില്ല എന്റെ വരവ്. ഞാനൊരു നാട്ടുമര്യാദയുടെ പേരിൽ ഇറങ്ങിയെന്നേ ഉള്ളൂ. കുളിക്കടവിൽ പെണ്ണുങ്ങൾ പറയുന്ന നാടൻ ഗോസിപ്പുകൾക്ക് പോലും ഇതിലും നിലവാരം ഉണ്ടാവും. നീ ഇതിനെ നാട്ടുമര്യാദ എന്നാണ് പറയുന്നതെങ്കിൽ സോറി മോനെ, എനിക്ക് ഈ മര്യാദ ഒട്ടും സുഖമായി തോന്നില്ല. ജോസേട്ടാ ചീട്ടിട്. ഞാൻ ഇറങ്ങാം. അങ്ങനെ ആവട്ടെ. ഇവൻ എന്തിനാ ഇപ്പൊ വന്നത്? മനസ്സിലായില്ലേ? 2 കാര്യങ്ങൾ അവൻ അറിയണം. ഞാൻ തിരിച്ചു പോകുന്നുണ്ടോ, മറ്റേത് എന്റെ മനസ്സിൽ ഇപ്പോഴും ഇന്ദുലേഖയുണ്ടോ? ആ ചെട്ടിയാരിപ്പ് എന്തിനാ പാവം പെണ്ണിനെ ദുഷിച്ചത്? തൃശ്ശൂർ സൈഡിൽ കുറ്റി, ഓന്റെ തള്ളയ്ക്കാവും കുറ്റി. ഹരി, നീ അവനെ ഡീൽ ചെയ്ത രീതി നന്നായി. ഇനി പടി കയറില്ല. അവന്റെ പടി എനിക്ക് കയറേണ്ടി വരും വളരെ വൈകാതെ. ജോസേട്ടാ ഒരെണ്ണം ഒഴിക്കേ. നാളെയാണ് മക്കളെ മീനമ്പത്ത്. നാളെ വല്ലപ്പുഴക്കല്ല മുഹമ്മദിന്റെ പാടത്ത് പോത്തുപൂട്ട്. പോത്തുപൂട്ട്, തെളിക്കണ്ടത്തിലെ 4 കാലികളുടെ മരണപ്പാച്ചിൽ. അത് കാണാൻ പോയാൽ അംഗവും കാണാം, താളിയും ഒടിക്കാമെന്ന ന്യായപ്രകാരം പോത്തുപൂട്ടും കാണാം, പീതാംബരനെ ഒടിക്കാം. പീതാംബരനെ മറന്നോ എന്റെ ചങ്ങാതിമാര്? അവന്റെ കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു 1 വർഷത്തെ എന്റെ ജയിൽ ജീവിതം. 6 വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് അവൻ ഇന്ന് പുറത്തിറങ്ങി. അവനെ കാണണ്ടേ നമുക്ക്? കാണണം. നീ സാക്ഷാൽ ചിറക്കൽ ശ്രീഹരിയെ. കെട്ടിക്കല്ലേ പ്രതിഭേട്ട ഓരോ വേഷങ്ങള്. ഇത് പീതാംബരന് വേണ്ടി. കാണുമ്പോ മനസ്സിലാവാൻ അവന് ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ. പൂട്ട് കാണാൻ തെളിക്കണ്ടത്തിലിരിക്കുമ്പോ ഈ കാൽസറായ അസൗകര്യ. ഇതാവുമ്പോ അഴിച്ചു കളയാം, തലയെ കെട്ടാം, പിരിച്ച് കിടക്കാം, പൊതിഞ്ഞെടുക്കാം. ബെസ്റ്റ് മാഷേ, ബെസ്റ്റ്. ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്. വല്ലപ്പുഴ കന്നുപൂട്ട് മത്സരത്തിൽ ഇന്ന് 1ാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത് ഈങ്ങാപ്പാറ പീതാംബരന്റെ 4ാം ജോഡി കന്നുകളാണ്. സമ്മാനം വാങ്ങുന്നതിനായി ശ്രീ പീതാംബരൻ അവർകളെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയും സമ്മാനം നൽകുന്നതിനായി ശ്രീ കെല്ല മുഹമ്മദ് സാഹിബ് അവർകളെ ക്ഷണിച്ചുകൊള്ളുകയും ചെയ്യുന്നു. അടുത്തതായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
ഈ മത്സരത്തിൽ വിജയിച്ച പോത്ത് പീതാംബരന് തൃക്കൂർ പ്രതിഭ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് വക പ്രത്യേക ഉപഹാരം നൽകുന്നതിനായി ശ്രീ ചെറക്കൽ ശ്രീഹരിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കലാ കന്നുകാലി പ്രേമികളെ, എന്റെ പ്രിയ സ്നേഹിതൻ ശ്രീ ഈങ്ങാപ്പാറ പീതാംബരന് ഈ പുരസ്കാരം നൽകുവാനായി ലഭിച്ച ഈ അപൂർവ അസുലഭ അഭൗമ്യമായ അവസരത്തിന് ഞാൻ ഈ മത്സരത്തിന്റെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഏതാണ്ട് 6 വർഷം മുമ്പ് ശ്രീ പീതാംബരൻ വാഴാലിക്കാവ് പാടത്ത് വെച്ച് എനിക്കൊരു ട്രോഫി തന്നു. ആ ട്രോഫി ഇത്രയും കാലം ഞാൻ കൊണ്ടു നടക്കുകയായിരുന്നു. ഊണിലും ഉറക്കത്തിലും പീതാംബരനും ആ ട്രോഫി. അത് തിരിച്ചേൽപ്പിക്കേണ്ട അവസരത്തിനായുള്ള എന്റെ കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. മോനെ പീതാംബര, ഇന്നാടാ നിന്റെ എവർ റോളിംഗ് ട്രോഫി. മറന്നിട്ടില്ലല്ലോ ബാലേന്ദ്ര നീ ഇവനെ. താനും തന്റെ ഭാര്യയും എന്തിനീ നാട് മുഴുവൻ വിശ്വസിച്ചിരുന്ന ചിറക്കൽ ശ്രീഹരി തന്നെ കൊല്ലാൻ അയച്ച വാടക ചട്ടമ്പി. പഴയ ചങ്ങാതിയെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോ ഈ എരപ്പാളിയും കൂടെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇവൻ ആരുടെ ആയുധമായിരുന്നു എന്ന് ഇവൻ തന്നെ പറയണം. നിന്നെ ഈ നിലയിലാക്കിയതും എന്നെ ഒരു ക്രിമിനൽ ആക്കിയതും ആരുടെ ആവശ്യമായിരുന്നു എന്ന് ഇവൻ പറയും. എണ്ണി മേടിച്ച പണത്തിന്റെ കൂടെ നീ കാറ്റിന്റെ അടുത്ത് കാറ്റി കഴിഞ്ഞു. ഇനി നീ വാ തുറന്ന് പറയണം. തന്നല്ലേ രാമനുണ്ണിയാ പറഞ്ഞ ഇയാളെ കൊല്ലാൻ. എന്നിട്ട് ശ്രീഹരിയുടെ പേര് പറയാം. ഇഷ്ടമായിരുന്നു ഇവളെ. അത് നന്നായി അറിയാവുന്ന ഒരാൾ നീയായിരുന്നു. എന്നിട്ടും നീ ഉള്ളിലെ സ്നേഹമോ അതോ സുഹൃത്തിനെ തോൽപ്പിക്കാൻ കിട്ടിയ അവസരം ഉപയോഗിച്ചതോ അറിയില്ല. നീയാണ് ഇവളെ കെട്ടാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോ വെറുപ്പല്ല, ഒരുതരം ഷോക്കായിരുന്നു എനിക്ക്. സ്നേഹിച്ച പെണ്ണെ സ്വന്തമാക്കാൻ ശ്രീഹരിക്ക് കഴിയാഞ്ഞിട്ടൊന്നുമല്ല, കിളിക്കുഞ്ഞിനെ റാഞ്ചുന്ന പോലെ ഞാൻ കൊണ്ടുപോയി ഇവളെ. വധൂവരന്മാരെ ഒരു നോട്ടം കാണാൻ ദൂരെ മാറി എന്ന് മനസ്സിൽ മംഗളം പറയാൻ വന്നവനാ. പക്ഷെ ഇവന്റെ കയ്യിൽ നിന്ന് നിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ആശ്വസിച്ചപ്പോ ആ മഹാഭാവം എല്ലാരും കൂടെ എന്റെ തലയിൽ കെട്ടി വെക്കായിരുന്നു. അത്രയ്ക്ക് അസുരനാണ് ശ്രീഹരി എന്ന് വിശ്വസിച്ചവരുടെ കൂടെ നീയും ഇവളും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ശ്രീഹരി കരഞ്ഞിട്ടേ ഉള്ളൂ, ആരെയും കരയിച്ചിട്ടില്ല. സഹദേവ കൊണ്ട് കള ഇവനെവിടെയെങ്കിലും. ശ്രീഹേട്ടാ വാ.